സാധാരണ ഒരു മൂവി ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ നിന്നൊക്കെ ഒരു അനിമേഷൻ പടം വരുന്നുന്ന് പറയുമ്പം ഒന്നുകിൽ അതൊരു സൈഡ് ബിസിനസ് ആയിട്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ പറയത്തക്ക ആവശ്യമില്ലാത്തൊരു കഥ ഷൂട്ട് ചെയ്ത് വന്നു എന്നൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷേ ഇത്തവണ അത് ഞെട്ടിച്ചു. കാരണം ഒരു വലിയ ഫ്രാഞ്ചൈസിയിൽ നിന്ന് വന്ന അനിമേഷൻ പടം ആ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും മികച്ച പടമായിട്ട് മാറി. പറഞ്ഞത് പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ പ്രിഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന അനിമേഷൻ പടത്തെ പറ്റിയാണ്. പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും മികച്ച സിനിമയാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന സിനിമയാണ് കില്ലർ ഓഫ് കില്ലേഴ്സ്. പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ ഇതിന് മുമ്പ് ഏറ്റവും മികച്ചതായിട്ട് നിന്നത് പ്രേ എന്ന സിനിമയായിരുന്നു. ആ പ്രേയുടെ സംവിധായകനായ ഡാൻ ടാഷൻബർഗ് തന്നെയാണ് കില്ലർ ഓഫ് കില്ലേഴ്സ് സംവിധാനം ചെയ്തത്. അതിൻ്റെ എല്ലാ ഗുണവും ആ സിനിമയ്ക്കുണ്ട്. സിനിമയിലേക്ക് വന്നാൽ 3 കാലഘട്ടങ്ങളിലായിട്ട് 3 യോദ്ധാക്കളെ നേരിടുന്ന പ്രിഡേറ്റേഴ്സിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ ഈ പ്രിഡേറ്റേഴ്സിനെ വിളിക്കുന്നത് യോഡ്ജ എന്നുള്ളതാണ്. 3 ഫൈറ്റേഴ്സ്. 1 ഉർസ എന്ന വൈക്കിംഗ് ലീഡർ, 2 കെഞ്ചി എന്ന സമുറായ്, 3 ജോൺ ടോറസ് എന്ന വേൾഡ് വാർ II പൈലറ്റ്. ഈ 3 പേരോടും 3 കാലഘട്ടങ്ങളിലായി 3 പ്രെഡേറ്റേഴ്സ് അഥവാ 3 യോദ്ധകൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, അതിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ. ശരിക്കും 3 കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഈ കഥയെ, അതും ഗംഭീരമായൊരു കഥയെ ഗംഭീരമായി തന്നെ അനിമേഷൻ്റെ എല്ലാ സാധ്യതകളും സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് തന്നെ കിടിലമാക്കി എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. അതായത് ഈ 3 കാലഘട്ടങ്ങളിൽ, ഒന്ന് 1200കളിൽ, 1600കളിൽ, 1900 വരുന്ന കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന വെപ്പൺസ്, ടെറൈൻസ്, പ്രോപ്പർട്ടീസ്, ട്രിക്സ്, സയൻസ് എല്ലാം കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ 3 അധ്യായങ്ങൾ അല്ലെങ്കിൽ ഈ 3 യോദ്ധാക്കളുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം പിന്നീട് ഒരു ചെറിയൊരു അധ്യായം, അങ്ങനെ ഒരു ചെറിയ സെഷൻ, ഒരു വലിയ ക്ലൈമാക്സ് കൂടിയുണ്ട്. അത് പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ തന്നെ പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ സീക്വൻസ് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സർപ്രൈസും തരുന്നുണ്ട്. പ്രേക്ഷകരെ ആഗ്രഹിച്ച, പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന കുറച്ച് സർപ്രൈസും ആ കൂട്ടത്തിലുണ്ട്. പ്രിഡേറ്റർ കില്ലേഴ്സ് ഓഫ് കില്ലേഴ്സ് എന്ന പടം ഒരേപോലെ പ്രേക്ഷകരുടെയും വിമർശകരുടെയും കയ്യടി നേടുന്നുമുണ്ട്. സംവിധായകൻ ഡാൻ ടാഷൻബർഗ് പറഞ്ഞൊരു കാര്യമുണ്ട്: പ്രേയ്ക്ക് ശേഷം ഞാനൊരു അനിമേഷൻ പടം ചെയ്യുന്നു, കില്ലർ ഓഫ് കില്ലേഴ്സ്. അത് ഒരു പടമായിരിക്കും. അതിനുശേഷം ഈ വർഷം തന്നെ അദ്ദേഹം ഒരു ലൈവ് ആക്ഷൻ പ്രെഡേറ്റർ മൂവി സംവിധാനം ചെയ്യുന്നുണ്ട്, പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന പേരിൽ. അത് രണ്ടാമതൊരു പടമായിരിക്കും. മൂന്നാമത് സർപ്രൈസ് ഒരു സിനിമ കൂടി വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാം ഞെട്ടിക്കുമെന്ന്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ എന്നൊരു ഫ്രാഞ്ചൈസിയുടെ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവറിൻ്റെ തുടക്കമായിരിക്കും അതെന്ന് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രെഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന സിനിമ ഇപ്പോൾ ഡിസ്നി പ്ലസ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രെഡേറ്റർ ഫാൻസും അല്ലാത്തവരും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു അനിമേഷൻ പടമാണ് കില്ലർ ഓഫ് കില്ലേഴ്സ്.